നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. ഒരു ചെറിയ ടിപ്പ് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കി വരാം. സിമ്പിളാണ്. ഇനി വേണ്ടി നമ്മൾ ആദ്യം ഫിഷ് മാരിനേറ്റ് ചെയ്യണം. ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഏത് മുളക് പൊടിയായാലും കുഴപ്പമില്ല, എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 300 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത്, അതിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരൊഴിച്ചാലും മതി. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, വിനാഗിരിയും വെളിച്ചെണ്ണയും മാത്രം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു. പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മീൻ കഷ്ണങ്ങളിലേക്ക് പുരട്ടി കൊടുക്കുക. ഏത് മീനായാലും കുഴപ്പമില്ല, നമ്മൾ ഇഷ്ടമുള്ള മീൻ എടുക്കാം. ഏത് മീനും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ 300 ഗ്രാം മീനാണുള്ളത്. ഓരോ കഷ്ണങ്ങളിലും മീൻ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക. വെള്ളം കൂടിപ്പോവാതെ നോക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിലേക്ക് ഇടുമ്പോൾ തന്നെ ആ കോട്ടിങ് എല്ലാം അങ്ങ് പോവും. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യണുള്ളൂ. ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് എണ്ണ വേണമെന്നില്ല. ഒരുപാട് എണ്ണ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ ഈ മസാല എല്ലാം ആ എണ്ണയിൽ അങ്ങ് പോവും. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും എണ്ണ ബാലൻസ് വരാത്ത രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. കുറവ് വരാ തോന്നിയാൽ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്ക് ഒരു ഭാഗം വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിലൊരു ഒരു പ്രധാന ചേരുവ ചേർക്കാനുണ്ട്, അത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലാ കഷ്ണങ്ങളും ഏകദേശം തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ കുറവ് തോന്നിക്കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ചുവന്നുള്ളി ചതച്ചതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളിയും 4 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് നമ്മൾ ഈ മീൻ കഷ്ണങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പിലെല്ലാം ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കൊടുക്കാൻ, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതിൽ ഫ്ലേവർ ഇറങ്ങിയിട്ട് മീൻ കഷ്ണങ്ങളിലേക്ക് പിടിച്ചോളും. അതുപോലെ കറിവേപ്പിലയൊക്കെ കൂടുതലുള്ളവർ കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയും കൂടി പൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നേരത്തെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ തിരിച്ചിട്ടതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഉള്ളി ചതച്ചതെല്ലാം കൂടി ചേർത്തിട്ട് ആ കൂട്ടത്തിൽ തന്നെ സെർവ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്